ചിലപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഡയറ്റ് അഡ്വൈസസ്, എങ്ങനെ ഡയറ്റ് ഫോളോ, അതിനകത്തൊക്കെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ്, ബെറീസ്, സ്മൂത്തി അതൊക്കെ കഴിച്ചാലാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പറയുന്നത്. പക്ഷെ നമ്മളെ സാധാരണക്കാർക്ക്, ഒരു മലയാളിക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ, അത്ര എക്സ്പെൻസീവ് അല്ലാത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രാവിലെ ഒരു 3 മുട്ടയും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഓംലെറ്റ്, അതിന്റെ കൂടെ കട്ടൻ ചായ മാത്രം, ഷുഗർ ഇല്ലാതെ കഴിക്കാം. വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഉച്ചക്ക് നമുക്ക് എല്ലാവർക്കും ഊണാണല്ലോ ഇഷ്ടം. അതിൽ ചോറ് കുറച്ച്, പക്ഷെ അത് എപ്പോഴും തവിടുള്ള ചോറായിരിക്കണം. മട്ട അരി കൊണ്ടുള്ള ചോറ് അത് കുറച്ചേ പാടുള്ളൂ. പിന്നെ അവിയല്, പൊരിയല്, പിന്നെ പയറ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ച് അതിന്റെ കൂടെ കുറച്ചൊരു അഫോർഡബിൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ ഉണ്ടല്ലോ, മത്തി, അയില, ഇങ്ങനത്തെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഊണ്. ഓക്കെ, രാത്രി പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ചിക്കൻ ആവാം, ഒരു 200 ഗ്രാം ചിക്കനും കുറച്ച് സാലഡ്സും അതിന്റെ കൂടെ 1-2 ചപ്പാത്തിയും കൂടി. ഇതാവുമ്പോൾ പ്രോട്ടീനായി, കാർബോഹൈഡ്രേറ്റ് ആയി, വിറ്റമിൻസ് ആയി, മിനറൽസ് ആയി, എല്ലാമായി. ഇതെല്ലാം കൂടി ഏകദേശം എത്ര രൂപ ചെലവാകും എന്ന് പറയും?